ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ സീസൺ 6-ൽ ടിക്കറ്റ് ടു ഫിനാലെ 9ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. വൻ പരാജയം എന്ന് തന്നെ പറയാം ടാസ്കുകൾ. ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസൺ 6 പോലെ തന്നെ ഒരു പരാജയം തന്നെയായിരുന്നു സീസൺ 6-ലെ ഈ ഒരു 9ാമത്തെ ടാസ്കും. അത് ബിഗ് ബോസിന് ഒരു ടാസ്ക് ഈ ഒരു 9ാമത്തെ ഗെയിമൊക്കെ ആകുമ്പോൾ ഒരു മികച്ച ഒരു ഗെയിമൊക്കെ കൊടുക്കാനുള്ളതിന് പകരം ഇതുപോലെ ഒരു പരാജയമായിട്ടുള്ള ടാസ്കൊക്കെയാണ് ടിക്കറ്റ് ടു ഫിനാലെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും വെറും വാഴയാണ്. ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അറിയില്ല. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ടാസ്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയണ്ടോ? ടാസ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സീസൺ 2-ൽ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ ഇട്ട് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ആണിത്. അതായത് പുറത്ത് ബാഗും തൂക്കിയിടും, ബാഗിനുള്ളിൽ കുറച്ച് പഞ്ഞിയോ അങ്ങനെ എന്തോ കുറച്ച് ബോളുകളും കാര്യങ്ങളും ഒക്കെ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു കുറച്ച് റൗണ്ട് ഉണ്ടാവും, ആ റൗണ്ടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കും. പുറകെ നിൽക്കുന്ന ആൾ ഈ പറയുന്നത് പോലെ ഈ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന സഞ്ചി കിള്ളി പൊളിച്ച് ഈ പറയുന്ന ഇതിനകത്ത് കിടക്കുന്ന ബോളുകളും കാര്യങ്ങളും താഴെ കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ റൗണ്ടിലും ഇതിനകത്ത് തീരുന്നതിനനുസരിച്ച് കണ്ടസ്റ്റൻസ് ഔട്ടായിക്കൊണ്ടിരിക്കും. ഇത് സീസൺ 2-ൽ ക്യാപ്റ്റൻസി ടാസ്കിൽ കൊടുത്തിരുന്ന ഒരു ടാസ്ക്കാണ് ഇതിനകത്ത് ഇപ്പോൾ കൊണ്ടുപോയി ടിക്കറ്റ് ടു ഫിനാലയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മാതിരി തോൽവികളായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസിന് ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടി പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങൾ, ഒത്തിരി കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടാകത്തില്ല എന്നൊരു കാര്യമില്ല. കാരണം ഇവർക്ക് ഇത് നേരെ ചുവേ കളിക്കാൻ അറിയത്തില്ല. എന്നിരുന്നാൽ പോലും ടാസ്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പം വിജയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സിജോയാണ്. രണ്ടാമത് സായി വന്നിരിക്കുന്നു, മൂന്നാമത് നന്ദന വന്നിരിക്കുന്നു. ഈ ഒരു ഗെയിം അവസാനിച്ചത് തന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സായി നല്ലൊരു രീതിയിൽ കളിക്കുന്ന ഒരാളാണ്. പക്ഷേ സായി അത് സിജോയ്ക്ക് വിട്ടുകൊടുത്തു. സ്വന്തം ബാഗിൽ കിടന്നിരുന്നതും കൂടെ കുത്തിപ്പൊട്ടിച്ച് പുറത്തേക്ക് കളയുന്നു. ഭയങ്കര നന്മപരം കളിക്കുന്നു സായി. എന്തിനാണെന്ന് മാത്രം അറിയത്തില്ല. സിജോ എന്താണെന്നുണ്ടെങ്കിലും വിജയിച്ചു. അതുപോലെ തന്നെ നന്ദനയ്ക്ക് തേർഡ് എത്തിയിരിക്കുന്നു. ഈ പറയുന്ന പോലെ അതിനിടയിൽ നന്ദനയും ജിൻഡോയും തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങളും ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. ബിഗ് ബോസ് പലതവണ വാൺ ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ നന്ദനയും അർജുനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അർജുൻ നന്ദനെ വാരി തൂക്കി നിലത്തടിച്ചു എന്ന് വരെയൊക്കെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രൊമോയും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ നന്ദനയ്ക്ക് ചെറിയ ഇഞ്ചുറി പറ്റിയിട്ടില്ല. പക്ഷേ ചതവ് നിലത്ത് പോയി ഇടിച്ചതിൻ്റെയൊക്കെ വേദനയും കാര്യങ്ങളും ഒക്കെ നന്ദനയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു. അതെങ്ങനെ കളിക്കണമെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഗെയിമൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പം ബിഗ് ബോസിനും കുറച്ച് നിലവാരം ഉയർത്താമായിരുന്നു. ഇതുപോലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പരാജയമായി പോകാം സാധ്യതയുള്ള ഗെയിമൊക്കെ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഈ ഒരു സീസണിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ പിന്നെ ഒരു ടാസ്കിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ 9ാമത്തെ ഗെയിമിൽ സിജോ അങ്ങനെ ഒരു പോയിൻറ്റുമായിട്ട് നിന്നിരുന്ന സിജോ വിൻ ചെയ്തത് 4 പോയിൻറ്റുകളാക്കിയിരിക്കുന്നു. സായി കാരണമാണ് കേട്ടോ. സായി അങ്ങനെ ഓരോരുത്തരെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരെ കയറ്റിക്കൊണ്ട് വരികയാണ്. സായിക്ക് അത്യാവശ്യം പോയിൻറ്റും കാര്യങ്ങളും ഉണ്ട്. സായിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം ജയിച്ച് സായിക്ക് പോയിൻറ്റ് കുറച്ചുകൂടെ ഉയർത്താമായിരുന്നു. പക്ഷേ കൂടെ നിൽക്കുന്നവർക്കും കൂടെ കൊടുത്ത് ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ നോക്കി. അതുപോലെ തന്നെ നന്ദനയ്ക്ക് വേണ്ടിയിട്ടും ഈ പറയുന്നത് പോലെ ഒരു പോയിന്റ് നന്ദനയ്ക്കും കിട്ടി. നന്ദനയ്ക്ക് ഒരു പോയിന്റും ഇല്ലാതെ കിടന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം നന്ദനയ്ക്ക് ഒരു പോയിന്റ് അതിൽ നിന്ന് അങ്ങനെ കിട്ടാൻ സഹായിച്ചു. ജിൻഡോക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേനും വിട്ട് കൊടുക്കുമെന്ന രീതിയിലേക്ക് ആക്കി. അപ്പം എന്താണെങ്കിലും അങ്ങനെ 9ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു ടാസ്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ വിജയിനെ കൺഫേം ആയി കഴിഞ്ഞു. അത് ആരാണെന്ന് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.